ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ ഈ അനുഗ്രഹത്തിന്റെ പുണ്യഭൂമിയിൽ എന്നെ എത്തിച്ച അമ്മയുടെ വലിയൊരു സാക്ഷിയാകുവാന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ ഈ സമയം അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 5 വർഷമായിട്ട് ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് മൂലം എൻ്റെ അമ്മ എന്നെ എൻ്റെ കുടുംബത്തെയും കൈപിടിച്ചുയർത്തിയതിൻ്റെ ഒരു വലിയ സാക്ഷിയാകുവാനാണ്, അതിൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. 2017 എൻ്റെ വിവാഹം കഴിയുന്നത്. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എബ്രോഡ് പോകുവാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ കാനഡയ്ക്കായിരുന്നു കൊണ്ടാന്ന് പറഞ്ഞിരുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയോളം അവർ ഞങ്ങളോട് വാങ്ങിച്ചു. കാനഡയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം വരെ ഞങ്ങളെ എത്തിച്ചു. അവിടുന്ന് ഓരോരോ പ്രോബ്ലം പറഞ്ഞ് അവർ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതൊരു ഫേക്ക് ആയിരുന്നെന്ന് ഞങ്ങൾ 2 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫേക്ക് ആയിരുന്നു പിന്നീടാണ് അറിയുന്നത്. ഞങ്ങളുടെ 10 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ആയി. അങ്ങനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒരുപാട് പലിശക്കടത്തിൽ പെട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം 30 ലക്ഷം രൂപയോളം ഞങ്ങൾ പലിശക്കടം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളുകളായിട്ട്. അങ്ങനെ അന്നേരമൊന്നും നമുക്ക് കൃപാസനത്തെ കുറിച്ച് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അന്നേരമൊക്കെ ഞങ്ങൾ സെന്റ് ആന്റണീസ് അങ്ങനെ പല പള്ളികളിലും പോയി ഒരുപാട് പ്രാർത്ഥിക്കും. അങ്ങനെ ഡിപ്രഷനിലോട്ട് പോയി. പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും, ഞാൻ നേഴ്സാണ്. ഞാൻ അന്നേരം നാട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാഞ്ഞിരപ്പള്ളി തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ഇതിലെത്തി. അങ്ങനെ 2019 ഞാൻ ഇസ്രായേലിന് പോകുന്നത്. പെട്ടെന്ന് IELTS OET ഒന്നും പാസ്സാകാൻ പറ്റത്തില്ലാത്തൊരു രാജ്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് വിസയും കാര്യങ്ങളും എല്ലാം ആയി. അന്നേരം എൻ്റെ കുഞ്ഞിന് 4 മാസമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അത്ര പലിശക്കടത്തിൽ അപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടുപോയായിരുന്നു. എൻ്റെ ഫാമിലിക്കോ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കോ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഒരു എടുത്തുചാട്ടമായി പോയായിരുന്നു. അങ്ങനെ 2019 ചെന്നു. 2019 നവംബറിലാണ് എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപാസനത്തിലെ പത്രം ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ എൻ്റെ അവിടെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട് വരെ പോയതാണ്. അന്നേരം ഈ പത്രം അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ ഈ ചേച്ചിനോട്, ചേച്ചി എനിക്കൊരു ഇച്ചിരി ഫുഡ് തന്നിട്ട് ഈ പത്രം എടുത്ത് ഞാൻ അതിൽ നിന്ന് ഒരു താളിങ് എടുത്തിട്ട് അതിനകത്ത് പൊതിയായിരുന്നു ഞാൻ ചെയ്തത്. ചേച്ചി പറയും, മോനെ അത് പൊതിയരുത്, അത് കൃപാസനത്തിന്റെ പത്രമാണ്. അപ്പം ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഇതെന്നതാ, ഒരു പത്രമല്ലേ, അതിനകത്തിന് ഇത്ര വലിയ പൊതിയരുതെന്നൊക്കെ പറയാനായിട്ടിരിക്കുന്നേ. അപ്പം ചേച്ചി പറഞ്ഞു, മോനെ അതങ്ങനെയല്ല, അത് കൃപാസനത്തിന് നിനക്ക് അറിയത്തില്ല എന്നിട്ട് അതിനകത്ത് പൊതിയരുതെന്ന്. പക്ഷെ ഞാൻ ആരെ അങ്ങനെ നിന്ദിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ആ ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പത്രം അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇന്ന് ആദ്യം ഇത് കണ്ടായിരുന്നു. കൃപാസനത്തെ കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ ചെവി കേൾക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ ഞാനങ്ങ് പോയി. പിന്നെ പലരും വഴി ഞാൻ അവിടെ മാസത്തിലൊന്നേ കുർബാനയുള്ളൂ. നമ്മുടെ ഇസ്രായേലില് മാസത്തിലൊന്നാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയുള്ളത്. അങ്ങനെ പലരും ഈ പത്രം കൊണ്ട് തരുന്ന അവിടെ വിതരണം ഇങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർത്തത് എന്നതാ ഇവർ ഈ ചെയ്യുന്നതെന്ന്. അങ്ങനെ ആ ഒരു രീതി, പത്രത്തിലൊക്കെ എന്തിരിക്കുന്നു എന്നൊരു രീതിയിൽ ഞാൻ മാതാവിനെ സത്യം പറഞ്ഞാൽ എതിർത്ത് പറഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഈ 2022 വീണ്ടും എനിക്ക് ഹസ്ബൻഡ് അനിയൻ നല്ല 10 സോണൽ ഹെഡിന്റെ മാനേജറായിട്ട് അവൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവനൊരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടുപോയിരുന്നു. അപ്പം അവൻ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ ഒത്തിരി പേർക്ക് സൈനിട്ട് പാസ്സാക്കി ഒരുപാട് കോടി കടത്തിലോട്ട് അവൻ പെട്ടുപോയി. അവൻ അറിയത്തില്ലായിരുന്നു ഒരുപാട് പേർക്ക് വന്നവർക്ക് ഈ ഓട്ടോക്കാർ അങ്ങനെയുള്ള കുറെ പേർക്ക് അവന് സൈനിട്ട് പാസ്സാക്കി. അവനായിരുന്നു 10 സോണൽ ഹെഡിന്റെ മാനേജർ. അങ്ങനെ അവനും വലിയൊരു പ്രശ്നത്തിൽ പെട്ടുപോയി. ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പൊ അന്നേരമൊക്കെ എനിക്ക് പലരും ഈ കൃപാസനത്തിന്റെ ആരാധന ഷെയർ ചെയ്ത് തരുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പക്ഷേ ഈ 2 മണിക്കൂർ എനിക്കിരുന്ന് ഈ ആരാധന കാണാനുള്ള ഒരു ക്ഷമയും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, എല്ലാം ചെയ്യും. എനിക്ക് എൻ്റെതായ ഒരു രീതി, ഈ കൃപാസനത്തിൽ ആരാധന കൂടിയാൽ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ ഈ ഹസ്ബൻഡിന് ഇങ്ങനെ കേസായി, ഹസ്ബൻഡ് അനിയന് ഇങ്ങനെ ഈ ഇതിൽ കേസാകുവാണ് എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര ഡിപ്രഷനായി, എൻ്റെ ഹസ്ബൻഡ് ഡിപ്രഷനായി,
ഹസ്ബൻഡിന് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹസ്ബൻഡിന് ഭയങ്കര നാണക്കേട്. അപ്പോൾ ഹസ്ബൻഡ് നന്നായിട്ട് മദ്യപാനത്തിൽ 2 വർഷമായിട്ട് മദ്യപാനത്തിലോട്ട് അകപ്പെടാൻ തുടങ്ങി. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. ഒന്നാമതേ സൈക്യാട്രി പേഷ്യന്റിനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. ഹസ്ബൻഡ് ആകെ എന്നെ പറയുന്ന ആകെ എന്നെ വിളിച്ചാലേ എടുക്കുകയില്ല. 5-6 മാസം ഞങ്ങൾ സംസാരിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആള് ഡ്രിങ്ക്സിനകപ്പെട്ട് എന്നെ കൂട്ടുകാർ വിളിക്കാൻ തുടങ്ങി. ജിൻസി, നിന്റെ ഹസ്ബൻഡ് അല്ലേ സെബിന്, ഇങ്ങനൊന്നും ഉണ്ടായിരുന്ന അല്ലല്ലോ, എന്നെ പറ്റി ആളെ ഞാനിങ്ങനെ ബിവറേജ് ഷോപ്പിലൊക്കെ കണ്ടു, ആള് ഡ്രിങ്ക്സ് കഴിക്കുന്ന കണ്ടു, അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാക്കി, പല പ്രാവശ്യവും ഇങ്ങനെ വണ്ടി ആക്സിഡന്റുകൾ ഉണ്ടാക്കുക. അന്നേരം എല്ലാം കൂട്ടുകാരെ വിളിച്ചിട്ട് പറയും ആള് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹസ്ബൻഡ് അങ്ങനൊന്നും ഡ്രിങ്ക്സ് കഴിക്കുന്നോ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ 2 വർഷം ആകെ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. 2ാമത്തെ വർഷം സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ പോയി. ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ മൂലം അന്നേരമാണ് അനിയൻ്റെ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ നാണക്കേട് കൊണ്ട് ഡ്രിങ്ക്സിനകപ്പെട്ട് എന്നാ ചെയ്യണോ നടത്തില്ല. ഞാൻ വിളിച്ചാലും എടുക്കുകയല്ല. ഞാൻ അത്രമേൽ അകപ്പെട്ട് നിന്നപ്പോഴാണ് വീണ്ടും എന്നെ മിഥു എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പം ലണ്ടനിലാണ് ആൾ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. അവരിവിടെ വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞ് ലണ്ടനിൽ പോയ ആളാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിൻസി, ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം ഒരു കൃപാസനത്തിന്റെ ഒരു ആരാധനയും ലിങ്കും അല്ല. അതിനകത്ത് കയറിയിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഉണ്ട്, നീ ഒന്ന് എടുത്തിട്ട് നീ നാട്ടിൽ പോകുമ്പം തീർത്ഥാടനമായിട്ട് പോയിട്ട് ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരി എന്നാ ഇനി അതും കൂടെ ആട്ടെ, എല്ലായിടത്തും പ്രാർത്ഥിച്ചു എന്നാ ആട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ ലിങ്കിൽ കയറി. എന്തോ എനിക്ക് മാതാവ് തോന്നിച്ച് ലിങ്കിൽ കയറി ഒരു ജപമാല ജോലിയെല്ലാം കഴിഞ്ഞപ്പം ചുമ്മാ കയറാൻ ഓർത്തുകൊണ്ട് ഒരു സാക്ഷ്യം ഞാൻ സിസ്റ്റർ എനിക്ക് ഷെയർ ചെയ്തെന്ന് ഞാൻ കേട്ടു. അന്നേരം ഇതുപോലെ കടബാധ്യത മൂലം 1 കോടി 2 കോടി കടബാധ്യത വെറും 30 ദിവസം കൊണ്ട് തീർത്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചേട്ടൻ സാക്ഷ്യം പറയുന്ന കേട്ടു. അങ്ങനെ ഞാൻ ഈ ലിങ്കിൽ കയറി ആദ്യം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തു. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തപ്പോഴത്തേക്ക് തന്നെ അന്നേരം ഹസ്ബൻഡ് ഒരു 2 മാസമായിട്ട് വിളിക്കുന്നില്ല, നല്ല ഡ്രിങ്ക്സിന് അഡിക്റ്റ് ഒക്കെ ആയിരുന്നു. മാതാവി, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരാം, ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുക്കുവാണ്, ഞാൻ സത്യത്തിൽ ഈ പത്രം കണ്ട് പൂജിച്ചതുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ ഒരു അടയാളം കാണിച്ചു തന്നാൽ ഞാൻ ഇതുമായിട്ട് മുമ്പോട്ട് പോകാം. ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു. അത് ഭയങ്കര കരച്ചിലും, ഞാനും ഡിപ്രഷനിൽ, റിസൈൻ ചെയ്യാം, പോയേക്കാം, എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ എന്നൊക്കെയുള്ള രീതിയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ലിങ്കിൽ കയറി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പിറ്റേ ദിവസം ഹസ്ബൻഡ് കോൾ വന്നു. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം എന്നോട് ആൾ ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു. എന്നോട് ഞാൻ വിളിച്ചു, എന്താന്ന് എന്നോട് തുറന്നു പറ, എനിക്കിങ്ങനെ ഒരു കൃപാസനം എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് മിഥു എന്ന് പറഞ്ഞൊക്കെ ഒരാൾ തന്നാണ്, ചേച്ചി തന്നാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് പോകാം, അല്ല ചേട്ടായി ഒന്ന് പോകാവോ, ഞാനിപ്പോൾ ഇവിടെയല്ലേ, അപ്പം എനിക്ക് എങ്ങനെ പോകാൻ പറ്റും, ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പോകാന്നൊക്കെ പറഞ്ഞു ആള്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അനിയൻ്റെ ഇത് വന്നപ്പോൾ എനിക്ക് നാണക്കേടാ, അല്ലേല് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു, ഇങ്ങനൊന്നും വരുമെന്ന് ഓർത്തില്ല, അവനും ഭയങ്കരമായിട്ട് ടെൻഷനിലാണ്, വിഷമത്തിലാണ്, എന്നാ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ജിൻസി എന്നൊക്കെ പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് എന്നോട് സംസാരിച്ച് അത്രയും ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവിനാണ്, ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഈ ലൈറ്റ് ഞാൻ അവിടെ വന്ന് അമ്മയുടെ തീർത്ഥാടന ഉടമ്പടി എടുത്തോളാം, ഒരു അനുഗ്രഹം കാണിച്ചു തരണം, എൻ്റെ ഹസ്ബൻഡിനെ ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ രക്ഷിച്ച് ഞങ്ങളെ ഈ കടബാധത്തിൽ നിന്ന് രക്ഷിച്ചു തരണേ. അങ്ങനൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. എനിക്കൊരു ഫലം ഉണ്ടാണ്. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരും പറയും, നീ നാട്ടിലോട്ട് വാ, എന്നാലേ ശരിയാവുള്ളൂ, തീർത്ഥാടന ഉടമ്പടി എടുക്ക് എന്നൊക്കെ. അപ്പം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വെച്ച് 2-3 കാര്യങ്ങൾ ഉടനടി എനിക്ക് അന്നേരം തന്നെ സാധിച്ചായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു. എൻ്റെ ഫാമിലി ആണെങ്കിൽ വില്ലിങ് ആയി, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താണോ എനിക്ക് ഇന്ന ഡേറ്റിൽ തന്നെ, എൻ്റെ കൊച്ചിൻ്റെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ പോലും കൂടിയിട്ടില്ല, അപ്പം ഇന്ന ഡേറ്റിൽ തന്നെ നീ എനിക്ക് പോകണമെന്ന് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു. ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഡേറ്റ് ഇട്ടു. അന്നേരം ഞാൻ ഡേറ്റ് ഇടുന്ന കാര്യങ്ങളൊക്കെ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2022 ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ എനിക്ക് വരാൻ പറ്റി, മെയ്യിൽ. അന്നേരം സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറൊക്കെ കട്ടയ്ക്ക് നിൽക്കുക, നമുക്ക് ഈ ഒരു
ബന്ധുവായിട്ട് മുമ്പോട്ടൊന്ന് പോകണ്ട ജിൻസി, എന്നാ ഇങ്ങനെ കുടിച്ച് നടക്കുന്ന ഇപ്പം ഏതായാലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു, അപ്പം ഇവനിങ്ങനെ ഡ്രിങ്ക്സ് അഡിക്റ്റ് കൂടാണ്, നീ എന്ത് ചെയ്യും, നീ ഇങ്ങനെ പോയി എൻ്റെ നാട്ടിൽ പോയി കഷ്ടപ്പെടുകയല്ലേ, അപ്പം നമുക്കിതുമായിട്ടൊന്ന് മുമ്പോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളുടെ ഫോഴ്സ് വേറെ, അതുപോലെ വേറെ ആൾക്കാർ ഒരുപാട് പേര് പറയുന്നു, ജിൻസി എന്തിനാ ഇത് നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ പോരെ, നീ ഡിവോഴ്സിലോട്ട് പോകും, അങ്ങനത്തെ ഒരവസ്ഥ, ബന്ധം തകരും എന്നുള്ളൊരവസ്ഥയിലോട്ടായിരുന്നു. അപ്പം എന്നെ ഫാദർ നേരെ വന്ന് വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചപ്പോഴും ഇവിടെ വന്ന് ആരാധന കേൾക്കുന്നുണ്ട്, നമ്മൾ ക്ഷമിച്ച് വന്ന് അല്ലെങ്കിൽ എല്ലാം പുറത്തും ക്ഷമിച്ചും നമുക്ക് ക്ഷമിക്കാൻ നമുക്ക് മനുഷ്യരെ കൊണ്ട് പറ്റും. അപ്പം അങ്ങനെ ക്ഷമിച്ച് വന്ന് ഇവിടെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ ഫാദറിനെയും മദറിനെയും കൂട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന് അവരും എല്ലാം ആയിട്ടിരുന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു ദിവസം അപ്പം അവരെല്ലാം പറഞ്ഞ് ഹസ്ബൻഡുമായിട്ട് ഞാൻ ഒരു ദിവസം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡ് കോളേജിലുള്ള ഒരു സാറിൻ്റെ അടുത്താണ് പോയത്. അവിടെ ചെന്നപ്പം ആ സാറ് ഞാൻ പറഞ്ഞു, മാതാവേ എന്തെങ്കിലും ഒരു അടയാളം അവിടുന്ന് കാണിച്ചു തരണം. അപ്പം സാറിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളെ ചെറിയൊരു സംസാരിപ്പിച്ച് എങ്ങനെയാണെന്നൊരു എമ്മിതേ പോകാന്നുള്ള രീതിയിൽ എന്താണ് ഞങ്ങളുടെ ഇഷ്യൂ എന്നറിയാൻ സാറ് വിളിപ്പിച്ച ചേട്ടായുടെ ഫ്രണ്ടാണ്. അപ്പം സാറ് പറയുകയാണ്, ഇങ്ങോട്ട് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ സാറേ ഞാനും അതിനു വേണ്ടിയാണ് വന്നത്, ഹസ്ബൻഡിനെ കൊണ്ട് പോയി ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ആ സാറ് പറഞ്ഞു, ഒരിക്കലും നിന്റെ അല്ല പ്രോബ്ലം, ഹസ്ബൻഡിൻ്റെ പ്രോബ്ലത്തിന് ഹസ്ബൻഡാണ് ഉടമ്പടി എടുക്കണ്ടേ. അന്നേരം ചേട്ടാ ഇവിടെ ഇരുന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹസ്ബൻഡ് ഇങ്ങനെ എടുക്കുവോ പാലിക്കുവോ ഡ്രിങ്ക്സിനെയും കഴിച്ചാലായിട്ട് നമുക്കത് അത്രമേ ഭക്തിയോടും വിശുദ്ധിയോടും കൂടി വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പം എടുക്കുമെന്നൊരു ടെൻഷനായിരുന്നു. അപ്പം എനിക്കും ഒരു വിഷമം. അപ്പം ഹസ്ബൻഡ് പറയില്ല ഞാൻ അല്ലെങ്കിലും എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് അവിടെ ഇരുന്ന് പറഞ്ഞു ഞാനാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മേ ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രയർ ഇട്ടത് എൻ്റെ കൂടെ ഒന്ന് ഇവിടെ വരെ ഹസ്ബൻഡ് വരണം, ഇതിലൊക്കെ വിശ്വാസം കാണണം. ആള് പ്രാർത്ഥിക്കുന്നൊക്കെ ആളായിരുന്നു, അല്ലാതെ ഈ 2 വർഷം ആയതുള്ളൂ ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോഴാണ് ആളിങ്ങനെ പോയത്. അപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലുപരി സന്തോഷമായി. പിന്നെ ഒരു സങ്കടം, ഞാനും എടുക്കാൻ ആഗ്രഹിച്ച് വന്ന് മാതാവേ, അപ്പം ഹസ്ബൻഡിന് മാത്രം എടുക്കാൻ പറ്റുള്ളല്ലോ, എനിക്ക് എടുക്കാൻ പറ്റിയല്ല. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞു വിട്ടെ. അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ജൂൺ 14 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. നമുക്ക് നല്ല ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, പലിശ നന്നായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്, നല്ല എമൗണ്ടൊക്കെ 80,000 രൂപയാണ് മാസം പലിശ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇവിടെ വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു വൈഫ് എബ്രോഡ് ആയതുകൊണ്ട് ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമായി. ഉടമ്പടി എടുത്തു. ഹസ്ബൻഡ് ഞാനും കൂടി ഇവിടുന്ന് കൃപാസനത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡിന് 2 പേരെങ്ങാണ്ട് ഫിനാൻഷ്യലി കൊടുക്കാനുണ്ടായിരുന്ന പൈസ കൊടുത്ത് അങ്ങനെ 2 കട ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് ഞങ്ങൾക്ക് വീട്ടാൻ പറ്റി. അങ്ങനെ ഒരു 50,000 രൂപയോളം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ 2020 വീട്ടി. അങ്ങനെ ഉടമ്പടി എടുത്ത് എല്ലാം ഞാനങ്ങ് പോന്നു. ഞങ്ങൾ നിയോഗങ്ങളെല്ലാം വെച്ചു, ഹസ്ബൻഡും വെച്ചു. അങ്ങനെ എൻ്റെ നിയോഗങ്ങൾ 6 നിയോഗമായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അതിലൊന്ന് ഹസ്ബൻഡ് ഒന്നാമത് വെച്ചിരുന്ന ഹസ്ബൻഡ് മദ്യപാനം മാറി പഴയ ആളായിട്ട് തന്നെ, പഴയ സെബിനായിട്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടണമെന്നായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഇന്നേ വരെ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പഴയ ആള് എന്താണോ അങ്ങനെ തന്നെ ഇന്നേ വരെ ആള് ഒരു ഡ്രിങ്ക്സ് കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ആള് ഉടമ്പടി തീരുമ്പം ഇവിടെ വന്ന് പൊതുക്കുന്നു, അരമണിക്കൂർ ബൈബിള് വായിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു, എല്ലാം ചെയ്ത പോലെ ഞാനും അവിടെ. അതുപോലെ തന്നെ എനിക്ക് ഇസ്രായേലിലാണ് മാസത്തിലൊന്നേ കുർബാന ഉള്ളൂ. അവിടെ പോയിട്ട് ഞാൻ കുർബാന മുടങ്ങാതെ എല്ലാ മാസവും പോകും. അതുപോലെ തന്നെ ഞാൻ അവിടെ പത്രം എനിക്ക് ഹസ്ബൻഡ് ഇവിടുന്ന് മറ്റേ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരും, പത്രം 3 മാസം കൂടും. അത് ഞാൻ അവിടെ പോയിട്ട് വിതരണം ചെയ്യും. പക്ഷെ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവർക്കും ഉടമ്പടിയെ കുറിച്ചോ അല്ലെങ്കിൽ എല്ലാം അറിയാവുന്നവരാണ്. അവർ പത്രം വിതരണം ചെയ്യുക. അപ്പം അറിയാവുന്നവർക്ക് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല, അറിയത്തില്ലാത്തവരിൽ എത്തിക്കണമെന്നാണ് അച്ഛനും സിസ്റ്റർമാരും ഒക്കെ ഇവിടെ നമ്മളോട് എപ്പോഴും പ്രസംഗത്തിലും ഒക്കെ പറയുന്നത്. അപ്പം എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ എല്ലാ കാര്യങ്ങളും കടബാധ്യതകൾ മിറക്കിളായിട്ടാണ് നമുക്ക് ഒരുപാട് കടങ്ങൾ, അതായത് ഒരു എത്ര പറയുന്ന ഒരു 19 ലക്ഷം രൂപയോളം കടം നിന്നിരുന്ന നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും അല്ലാതാണെങ്കിലും ചെറിയ കടങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് ഈ 80,000 രൂപ പലിശ
കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങളെ, ഹസ്ബൻഡിനെ ആണെങ്കിലും അവിടുന്ന് കടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു മാതാവ്. ആ കടങ്ങളെല്ലാം ഞങ്ങളെ വീട്ടാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇസ്രായേലിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ പേഷ്യൻ്റ് ആസ്പിറേറ്റ് ചെയ്തു. ഫുഡ് ഞാൻ വെളിയിൽ പോയപ്പം പിസ്സ മേടിച്ച് കഴിച്ച് കൊടുത്താണ്. അപ്പം അങ്ങനെ ആ പേഷ്യൻ്റ് ഫുഡ് ആസ്പിറേറ്റ് ചെയ്തു. അങ്ങനെ ആസ്പിറേറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചു കൊടുത്തൊരു ഫുഡാണ്. അങ്ങനെ അവരുടെ ഫാമിലിയൊന്നും അങ്ങനെ നമുക്ക് അത്രയും ഇതായിട്ട് തരത്തില്ല. അവർക്ക് ദേഷ്യം വരും, എന്താണെന്ന് വെളിയിൽ നിന്ന് മേടിച്ചു കൊടുത്ത്. ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു പ്രശ്നം വരും അവർ നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത്, എന്നാ ജിൻസി നീ എന്തെങ്കിലും താമസിച്ചു പോയോ, നീ നോക്കാതെ പോയെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ആകെ ടെൻഷനായിട്ട്, ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനാവുമായിരുന്നു. കാരണം പേഷ്യൻ്റ് അന്നേരത്തേക്ക് ഭയങ്കര കൊളാപ്സായി. പേഷ്യൻ്റ് ബ്ലൂയിഷ് കളറായി, ബോഡി മൊത്തവും ബ്രീത്തിങ് ഇല്ല, ഒന്നുമില്ല. പേഷ്യൻ്റ് ശരിക്ക് ആ ഡെത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, എനിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് ഫാമിലിനെ വിളിച്ചു. അവർ വന്നു, ആംബുലൻസ് വന്നു, അവരെല്ലാം വന്ന് അവർ പറഞ്ഞു പേഷ്യൻ്റ് പോയി, ചാൻസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ആംബുലൻസിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു, മാതാവേ എൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ടൊന്നും വരരുത്, നാളെ ഞാൻ പോയി ഇവർ വല്ല കംപ്ലൈൻറ്റ് കൊടുത്താൽ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ഒരു കൺട്രിയാണത്. അതുകൊണ്ട് മാതാവേ ദയവ് ചെയ്ത് എനിക്ക് അമ്മയെ മാതാവേ ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം, അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി. അമ്മ ഒരു മിറക്കിൾ സംഭവിച്ചേ പറ്റുള്ളൂ. കാരണം 84 വയസ്സുള്ളൊരു പേഷ്യൻ്റാണ്. അവിടെ 70 വയസ്സുള്ളപ്പോൾ അത്ര വലിയ കെയറിങ് നമുക്ക് അവിടെ കൊടുക്കുകയല്ല, അവർ എത്ര ഏജാന്ന് കണ്ടു കഴിഞ്ഞാൽ. ഞാനപ്പോൾ നേഴ്സുമാരൊന്നും പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ കാശുരൂപം കൈവച്ച് പെട്ടെന്ന് ആംബുലൻസ് കയറ്റുന്ന സമയത്ത് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ ഈ പിസ്സയുടെ കാര്യം കൊണ്ടാണ് ഇത് വന്നത്, എന്നെ ഇവർ കുറ്റപ്പെടുത്തരുത്, നീ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് അങ്ങനെ അമ്മച്ചീനെ ആംബുലൻസ് കൊണ്ടുപോവാ. ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർമാർ വെളി വന്നു. അപ്പോൾ ഫാമിലി വല്ല എന്നോട് വന്നിട്ട് ചോദിക്കുക, ജിൻസി നീ എന്താ കൊടുത്തത്, നീ താമസിച്ചോ, നീ ഫുഡ് കൊടുക്കാൻ പേഷ്യൻ്റ് താമസിച്ചോ? ഇപ്പം ഇവരെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുക മാറിയിട്ട്. ഞാൻ നിന്ന് ഉരുക്കി വിറയ്ക്കുക. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇല്ല ഇങ്ങനെയാണ്. അപ്പം അതിനകത്തൊരു മോളുണ്ടായിരുന്നു, എന്നോട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവൾക്കറിയാം. പിന്നെ അവളെ ടെൻഷൻ ആക്കാതെ അവൾ പറഞ്ഞില്ലെന്നൊക്കെ. പിന്നെ എല്ലാവരും എന്നെ കൂളാക്കി. ഞാൻ പറഞ്ഞു ഒരു റൂം വേണം, ആരും ഇല്ലാത്ത. ഞാൻ അവിടെ പോയി കൈ വിരിച്ചു പിടിച്ച് നീ കാശുരൂപം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്, നമുക്ക് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ICU ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ജിൻസി വീട്ടിൽ പൊക്കോന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ ഈ കാശുരൂപം കൊണ്ട് അവിടെ ഇരുന്ന് അങ്ങനെ ഒരു 4 മണിയായപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഈ ഉപ്പും തൈലവും വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തെ. അപ്പം മകനോട് പറഞ്ഞു ഞാൻ പോയി എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. മകൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു തിരിച്ച് ഇപ്പോൾ വരണ്ട ജിൻസി, വെറുതെയാ ICUലോട്ട് കയറ്റിയതല്ലേ, അവിടെ നാളെ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ടായിരുന്നു, ആരാധന കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേട്ടു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. പിറ്റേ ദിവസം ഞാൻ ഈ ഉപ്പും ഉടമ്പടി തൈലവും എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. ജൂയിഷ് ഫാമിലിയാണ്, അറിയാമല്ലോ, ജൂതന്മാർ അവർക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല നമ്മുടെ ഇതിൽ. പക്ഷെ എന്നെ ആരും തടഞ്ഞില്ല. ഞാൻ ICU കയറ്റി ഈ ഉപ്പും ഉടമ്പടി തൈലവുമായിട്ട് ICU കയറിയപ്പോൾ അമ്മച്ചി വെന്റിലേറ്റർ കിടക്കുവാണ്, പ്രതീക്ഷയൊന്നുമില്ല. എന്നെ കിട്ടിയാൽ തന്നെ ബ്രെയിൻ ഡെത്ത് ആയിരിക്കും അവിടെ കൊണ്ട്. അപ്പം എനിക്ക് ഈ ബാക്ക് പെയിനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ദൈവമേ ഇങ്ങനെ പേഷ്യനെ കിട്ടിയാൽ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് മനസ്സിലൊരു വിഷമം, ദൈവമേ ഇവരെന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുമോ ഫാമിലി, അങ്ങനെ ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഈ അമ്മച്ചിക്ക് ഈ ഉപ്പെടുത്ത് നന്നായിട്ട് എൻ്റെ കാശുരൂപം വെച്ച് തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഞാൻ അമ്മച്ചിയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് ഉടമ്പടി തൈലം ഞാൻ കണ്ണിൽ പുരട്ടിയിട്ട് ഞാൻ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ മകനുമായിട്ടാണ് വരുന്നത്. വന്നപ്പം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ട് അമ്മച്ചി എഴുന്നേക്കുക. അതുപോലെ ഞാൻ മക്കളോട് പറഞ്ഞു അമ്മച്ചി എഴുന്നേക്കും, ഒരു ബ്രെയിൻ ഡെത്തും ആവില്ല, നിങ്ങൾ എനിക്കറിയത്തില്ല, എനിക്ക് എവിടുന്നോ മാതാവ് ധൈര്യം തന്നെ അങ്ങനെ പറയാൻ, എഴുന്നേക്ക് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി കണ്ണു തുറന്ന്, ഞാൻ അമ്മച്ചിന്ന് വിളിച്ചത്തേക്ക് അമ്മച്ചി കണ്ണു തുറന്നിട്ട് എന്നോട് പറയുക ഞാൻ ആരാന്നറിയാവോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് ജിനിയാന്ന് പറഞ്ഞു. എന്നെ ജിൻസി എന്നാണ്, എന്നെ ജിനി എന്നാണ് വിളിക്കുന്നത്, ജിനിയാന്ന് പറഞ്ഞു. ഇതാരാ അറിയാവെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞു ഇതെൻ്റെ മോനാ, പേരെല്ലാവരുടെയും പറഞ്ഞു. മോനൊക്കെ ഭയങ്കര മിറക്കിളായിട്ട് ഞാൻ അവിടെ നിന്നും കരയുമായിരുന്നു. ഈ ഉപ്പും കൊണ്ട് ഞാൻ എൻ്റെ മാതാവേ നീ എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. കാരണം ഇവരെന്തെങ്കിലും ഒരു അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ മാറാം. കാരണം നമുക്ക് അവിടെ നിന്ന് ലാസ്റ്റ് പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അത് കിട്ടേണ്ടതൊക്കെ അവർ റിജക്ഷൻ ചെയ്യാം. ഇവരെന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അപ്പം അതിൽ പിന്നെ ഞാൻ ഒരു ഫുഡ് മേടിച്ചു കൊടുത്തില്ല. അപ്പം ഞാൻ എൻ്റെ മാതാവെ ഞാൻ എങ്ങനെ നന്ദി. അപ്പം ഇവർ പറയാം അവൾ
അത്ര പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറഞ്ഞ് ഒരു ജൂതന്മാരങ്ങനെ പറയുക എന്ന് പറയുന്ന ഒരവസ്ഥ എങ്ങനെ നിങ്ങളെ എനിക്ക് അറിയിക്കേണ്ട നിർത്തില്ല. ഞാൻ അനുഭവിച്ച നേരത്തെ അവിടെ നിന്ന് ഞാൻ കരയുമായിരുന്നു. ഞാൻ ഉപ്പ ബെഡയിലെല്ലാം ഇട്ടിട്ട് അത്ര അമ്മ എന്നെ കാത്തു. അന്നേരം കൈവെള്ളം താങ്ങി നടത്തിയ അമ്മ എന്നെ അന്നേരം. അതുപോലെ തന്നെ ഒരുപാട് മിറക്കൾ എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി തലം കൊണ്ട്. ഇപ്പം എനിക്ക് ഏജൻസി പോണേലും എൻ്റെ ഈ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും അനുവാദം വേണേലും ഞാൻ ഈ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് എന്നോട് എൻ്റെ ഏജൻസി പറഞ്ഞു, ജിൻസി നിനക്ക് ഒരുപാട് സാലറി വേണ്ട ജോലിയാണ് നീ ചെയ്യുന്നത്, അപ്പം നീ അത് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിവരോട് ചോദിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെയൊന്നും വാശി പിടിച്ച് മേടിക്കുന്നൊന്നും ഒരാളല്ല. നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സാലറി കൂട്ടുമെന്ന് ഇങ്ങനെ ഏജൻസി പറഞ്ഞു. അപ്പോൾ തന്നെ ഏജൻസി 100 രൂപ വല്ലതും അല്ല 100 ഷെക്കൽ, അവിടെ ഷെക്കൽ എന്ന് പറഞ്ഞാൽ അത്ര വല്ലതും കൂട്ടും, അതിൽ കൂടുതലൊന്നും നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങോട്ട് നാട്ടിൽ ഏതായാലും വരാനിരിക്കുകയല്ലേ, അപ്പം ചെല്ലട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഉടമ്പടിത്തലം എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് പിറ്റേ മാസത്തെ സാലറി മേടിക്കാൻ നേരം ഞാൻ പറഞ്ഞു സാലറിയുടെ കാര്യം ഏജൻസി പറഞ്ഞായിരുന്നു. അപ്പം 100 രൂപ അവർ കൂട്ടും, അങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഏജൻസി പറഞ്ഞ 500 ഷെക്കൽ നിനക്ക് കൂട്ടിത്തരണ്ടെന്ന് പറഞ്ഞേ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ ഉടമ്പടിയുടെ തൈലം എൻ്റെ 2 ഉപ്പും ഉണ്ട്. ഉപ്പ് ഞാൻ പതുക്കെ വിശ്വാസപ്രമാണം ചൊല്ലി അവരുടെ എനിക്ക് തരുന്ന പേപ്പറിനകത്ത് ഇട്ടു. അവരെന്നോട് പറയുക, സാലറി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറയാം, ജിൻസി നിനക്ക് 500 ഷെക്കലതേ ഞങ്ങൾ കൂട്ടിത്തരുന്നത്. ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു അവസ്ഥ നിൽക്കുക. ഞാൻ ഒരു സാധനം ചോദിച്ചില്ല നാട്ടിൽ നിന്ന് ചെന്നതിന് ശേഷം. 100 രൂപയ്ക്ക് വേണ്ടി ആ 100 ഷെക്കൽ കൂട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ എന്നോട് പറയാം 500. അപ്പം ഞാൻ ചോദിച്ചു 500 തന്നെയാണോ? ആ 500 ഷെക്കൽ നിനക്ക് അർഹിക്കുന്നതാണ്. ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയാം നീ അത് അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി ഞാൻ ഈ 1.5 വർഷമായിട്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല. 3 മാസം ഞാൻ എബ്രോഡല്ലേ, അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് പുതുക്കാൻ പറ്റത്തില്ല ജിൻസി, നാട്ടിൽ വരുമ്പോഴേ പുതുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ലൈറ്റ് ക്യാൻഡി പ്രയർ ഇട്ട് 3 മാസത്തെ ഉടമ്പടി അതേപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഒരു നേരം എടുക്കും, ആരാധന കൂടും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഇതുപോലെ ഹസ്ബൻഡ് ഇവിടുന്ന് എനിക്ക് ഓൺലൈൻ വഴി അയച്ചു തരും പത്രം. അതെല്ലാം ഞാൻ മാസം പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡിനെയും കൊണ്ട് അനാഥാലയത്തിൽ എല്ലാ മാസവും അല്ലെ ഞങ്ങളുടെ സാലറി കിട്ടുമ്പോൾ 2 മാസമൊക്കെ കൂടുമ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങൾ അനാഥാലയത്തിൽ പോയിട്ട് ഫുഡ് കൊടുക്കും. ഇങ്ങനെ ഞങ്ങൾ ചെയ്തു വരുവാണ് ഈ 1.5 വർഷമായിട്ട് ഞങ്ങൾ അതുപോലെ. അപ്പം ഹസ്ബൻഡും ഞാനും ഇപ്പോൾ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ മരണം വരെ ഈ കൃപാസനത്തിൽ അമ്മയോടുകൂടി ഒരുമിച്ചായിരുന്നുകൊണ്ട് ഞങ്ങൾ അതുവരെ ഞങ്ങൾക്ക് അമ്മയോടുകൂടി ഒപ്പം നിന്നുകൊണ്ട് ജീവിച്ചു പോകണമെന്നാണ്. കാരണം അത്ര മിറക്കളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിന് അത് കഴിഞ്ഞതിന് ശേഷം 2-3 ഇൻ്റർവ്യൂ പാസ്സായി. ആ ഇൻ്റർവ്യൂവിന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എല്ലാം സാലറി പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നാൽ ഞങ്ങൾ ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പം മാതാവ് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പാസ്സാകുമ്പോഴൊക്കെ ഞങ്ങൾ തള്ളി മാറ്റിയാൽ അതിനേക്കാളും നല്ലത്. ഇപ്പം ഹസ്ബൻഡ് 2 നടത്തുമെന്ന് മാതാവ് മാറ്റി വിട്ടപ്പോൾ ഞങ്ങൾ വേണേൽ ഡിപ്രഷൻ അടിച്ചോ ഇതെന്താ ഹസ്ബൻഡ് 4-5 തവണയായിട്ട് ഹസ്ബൻഡ് ഇപ്പം അതൊരു നീ ഞങ്ങൾക്കൊന്നും കിട്ടാൻ വേണ്ടിയല്ല ഇവിടെ വന്ന് എടുക്കുന്നത്, ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനാണ് ഇപ്പം ഹസ്ബൻഡ്. അത് എനിക്കും അതാണ് ആഗ്രഹം. അപ്പം അമ്മയിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനാണ് ഇപ്പം ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അല്ലാതെ ഞങ്ങളിപ്പോൾ ഒരാഗ്രഹം സാധിക്കണം എന്ന് പറഞ്ഞൊന്നുമല്ല. നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നിയോഗമൊന്നും വെക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും മാതാവ് സാധിച്ചു തരും. അതിൻ്റെ വലിയൊരു സാക്ഷിയാണ് ഞാൻ. 2023 ഡിസംബറിൽ ഞാനിവിടെ 2024 ഡിസംബറിലാണ് എനിക്ക് വരാനിരുന്നത്. ഒരു കാരണവശാലും ഞാൻ വരാനിരുന്ന വ്യക്തിയല്ല. അപ്പം എനിക്ക് എന്നുള്ള ഫിനാൻഷ്യൽ ആയിട്ടും ഇല്ലായിരുന്നു വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ബാക്ക് പെയിൻ വന്നിട്ട് പേഷ്യൻറ്റിനെ വാറായിരുന്നു ഇസ്രായേലിൽ. നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും, ഇപ്പം വാറാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്നത്. പേഷ്യൻറ്റിനെ എടുത്ത് ഓടുന്ന വഴിക്ക് 2 പ്രാവശ്യം എൻ്റെ വീടിന് മേളിൽ മിസൈൽ വന്നു, എൻ്റെ ഫ്ലാറ്റിന് മേളിൽ. അപ്പം അന്നേരം എനിക്ക് ബംഗറിൽ പോകേണ്ട വന്നു. അപ്പം പേഷ്യൻറ്റിനെ എടുത്തോണ്ട് അവർ ഫാമിലി പറഞ്ഞു നീ അങ്ങനെ പോകാൻ പറ്റത്തില്ല, നിനക്ക് താഴെ സേഫ് റൂമിൽ. ഇവരെല്ലാം പോകും. ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം നമുക്ക് ടെൻഷൻ വരുമല്ലോ, നമ്മുടെ മേളിൽ വന്ന് അത്ര സൗണ്ടാണ്. അപ്പം 2 പ്രാവശ്യം മിസൈൽ എൻ്റെ ഫ്ലാറ്റിന് മേളിൽ വന്നു. അപ്പം പേഷ്യൻറ്റിനെ എടുത്തോണ്ട് വേണം, എൻ്റെ പേഷ്യൻ്റ് ബെഡിടനാണ്, എടുത്തോണ്ട് വേണം എനിക്ക് ഓടാൻ. അങ്ങനെ എടുത്ത് ഓടി ഈ സൈഡിൽ നീ ഇരിക്കാവുള്ളെന്ന് പറഞ്ഞു, അല്ലാതെ താഴെ പോകരുതെന്ന് പറഞ്ഞു. ഇവരെല്ലാം താഴെ
സേഫ് റൂമിൽ പോകും. അവിടെ സേഫാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം അവിടെ സേഫ് അല്ലെന്ന്. പക്ഷെ അവര് പറയുന്നത് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ മാതാവിൻ്റെ കാശുരൂപവും എൻ്റെ ഉടമ്പടി തൈലും എൻ്റെ ഉപ്പും അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും വരത്തില്ല, എൻ്റെ അമ്മയ്ക്കും ഒന്നും വരത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ ഫാമിലി പറയുന്ന ഫേക്കാണ്. എൻ്റെ ഏജൻസിയിൽ നിന്ന് വന്നിട്ടുള്ള ആള് പറഞ്ഞായിരുന്നു അവിടെ അത്ര സേഫ് അല്ലെന്ന്. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ സംരക്ഷയാണ്, എൻ്റെ അമ്മയെ സംരക്ഷയാണ്. പിന്നെ 3 പ്രാവശ്യം മേളിൽ വന്ന് പൊട്ടി. എൻ്റെ തൊട്ട് ഫ്ലാറ്റിന്റെ മേളിലാണ് പൊട്ടിയത്. അപ്പോഴത്തേക്ക് അമ്മച്ചീനെ ഞാൻ എടുത്ത വഴിക്ക് എൻ്റെ പുറം ഒന്ന് വിലങ്ങി നീർക്കെട്ടായപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പേഷ്യനെ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീവറെ കണ്ടുപിടിക്കണം. ഒരു 3-4 മാസം മുന്നേ തൊട്ട് റിലീവറെ കണ്ടുപിടിക്കാൻ തുടങ്ങണം. അതുപോലെ തന്നെ അവരെ ഫാമിലിക്ക് ഇഷ്ടപ്പെടണം ഇവിടെ പേഷ്യന്റിനെ നോക്കാനായിട്ട്. അപ്പൊ എൻ്റെ പേഷ്യന്റ് ആണെങ്കിൽ ഒട്ടും വില്ലിങ് അല്ല. എന്നെ വിട്ട് ജിൻസി ഇവിടെ വാറ നടക്കുന്ന സമയത്ത് എന്നെ ഇട്ടച്ച് നീ പോവല്ലേ, എനിക്ക് അതൊരു വിഷമം, അങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മാതാവ് എനിക്കറിഞ്ഞുകൂടാ. ഞാനപ്പം ഹസ്ബൻഡ് ഒരുപാട് ഇങ്ങനെ തടസ്സം വരുന്നുണ്ട്. ഞാൻ ഓർത്തുന്ന ഞാനും കൂടെ വന്ന് ഇത് നടക്കാം, ഉടമ്പടി എടുക്കാം. ഇവിടെ എനിക്ക് മാതാവ് ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രയർ, എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. ഇത്രയും നാളായില്ല ഞാൻ ഇങ്ങനെ ലൈറ്റ് ക്യാൻഡി പ്രയർ ഇട്ടിട്ട് മാതാവിൻ്റെ അടുത്തുനിന്ന് മാറാതിരിക്കാൻ വേണ്ടി ഉടമ്പടി വന്നെടുക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ മാതാവേ എന്നെ ഒരു ലൈറ്റ് ചെയ്യാൻ ഉടമ്പടി ഒന്നുകൂടെ ആദ്യമായിട്ട് എടുക്കുന്നതായിട്ട് എടുത്താലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ലിങ്കിൽ കയറി ഉടമ്പടി എടുക്കാനെടുത്തപ്പോൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല മാതാവ്, തടസ്സം വരിക. അതായത് നവംബറിലാണ്, ഞാൻ 2023 നവംബറിൽ ഞാൻ ഒന്നുകൂടെ ഉടമ്പടിയായിട്ട് ആദ്യമായിട്ട് എടുക്കാം. എടുത്താണ് പുതുക്കാൻ. ഇനി ഞാൻ എന്ന് വരാനാ, ഇനിയിപ്പോൾ ഈ വാറൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ ഓർത്തു ലിങ്കിൽ കയറി ആദ്യമായിട്ട് എടുക്കുന്ന പോലെ എടുക്കാന്ന് സമ്മതിക്കുന്നില്ല. ലൈറ്റ് ക്യാൻഡി പ്രയറിൽ എന്നിട്ട് ലാസ്റ്റ് അത് ഓപ്പൺ ആയി കിട്ടി എനിക്ക് ലൈറ്റ് ക്യാൻഡി പ്രയർ. അതിൽ ഞാൻ വെച്ചു. എനിക്ക് 2023 എനിക്ക് പേഷ്യനെ എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജോലി പോകുന്നൊരവസ്ഥ. മാതാവ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരാഴ്ച കൊണ്ട് ഞാനിപ്പോൾ ചോദിക്കാൻ പോവുക, നാട്ടിൽ പോകണം. ഒന്നാമത്തെ നിയോഗം ലൈറ്റ് ചെയ്യാൻ്റെ അതായിരുന്നു, നാട്ടിൽ പോകണം. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു അത് ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഹസ്ബൻഡ് എബ്രോഡിൻ്റെ കാര്യം അത് ഹസ്ബൻഡ് തന്നെ പറയട്ടെ എന്ന് ഞാനത് പറയുന്നില്ല. അത് ഹസ്ബൻഡ് ഇവിടെ വരും. അപ്പം ഹസ്ബൻഡിൻ്റെ ആ ഒരു കാര്യം സാധിക്കണം. അതുപോലെ എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടി കിട്ടാനായിട്ട് എനിക്ക് എൻ്റെ പേരിൽ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്ക് 1.5 കോടിയോളം ബാങ്കിൽ വിളിച്ച് പറഞ്ഞു, ജിൻസി നിനക്ക് എല്ലാം കിട്ടും. അപ്പം നമ്മുടെ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് 1.5 കോടിയോളം കിട്ടും, അതുകൊണ്ട് ഞാൻ എന്നാണേലും ചെന്ന ഉടനെ എല്ലാം ശരിയാകും എന്നും പറഞ്ഞാണ് ഞാൻ ഇതെല്ലാം എടുത്തു വെക്കുന്നത്. ഞാനപ്പം ടിക്കറ്റും എടുത്തു. 1.5 ലക്ഷം രൂപ, 1.25 ലക്ഷം, 1,20,000 രൂപയായി ടിക്കറ്റിന്. എല്ലാം എടുത്തു, എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറയാ, ജിൻസി നിന്റെ അത് പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് പ്ലെയിൻ ഭൂമിയാണ്, അവിടെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് കിട്ടിയേനെ, പക്ഷെ അത് കിട്ടത്തില്ല ജിൻസി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ടിക്കറ്റും എടുത്തു വെച്ചെല്ലാം ഞാൻ ഇനി എന്നാ ചെയ്യും, എനിക്കിനി ഒന്നും ചെയ്യാറില്ല. പക്ഷെ മാതാവ് മിറക്കിളായിട്ട് എനിക്ക് റിലീവറെ കിട്ടാനോ ഒന്നും ഒരു താമസവും ഇല്ലായിരുന്നു. കാരണം ഞാൻ എന്നാണ് ഇങ്ങോട്ട് വരാനിരുന്നതിൻ്റെ ഞാൻ ഇപ്പം ഒരു വെള്ളിയാഴ്ചയാണ് തീരുമാനം എടുത്ത് എനിക്ക് പോകണമെന്ന്. മാതാവ് പറഞ്ഞു, നീ അപ്പം ഞാൻ ഓർത്തുന്ന മാതാവ് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടിയായിട്ട് പുതുക്കാനായിരിക്കും എനിക്ക് അനുഗ്രഹം തരുന്നത്, നീ നാട്ടിൽ പോ എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് മാതാവ് തരുന്നതെന്നായിരുന്നു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എന്നാ പറയുന്നത്, അവിടുന്ന് ഉടമ്പടി എടുത്ത് നാട്ടിൽ പോകാം എന്നുള്ള രീതിയിലൊക്കെ ആയി സെറ്റപ്പ് ആയപ്പോഴത്തേക്ക് ആണ് ഈ കൊച്ചിൻ്റെ പേഷ്യൻ്റ് മരിക്കുക. എൻ്റെ കൂട്ടുകാരുടെ പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ട്. ജിൻസി നീ പോകാൻ റെഡി ആയിക്കോ, എൻ്റെ പേഷ്യൻ്റ് മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടി നമുക്ക് റിലീവറെ തപ്പണം പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത്, എടി എൻ്റെ പേഷ്യൻ്റ് മരിച്ചു, നീ പൊക്കോ, ഞാൻ റെഡിയാണ്, നിനക്ക് റിലീവർ കയറാമെന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ ഫാമിലി സമ്മതിക്കുമെന്ന് ഒരിക്കലും അറിയത്തില്ല. അവരോട് ഞാൻ 2024 ഡിസംബറിൽ പോന്നിരുന്ന ഞാൻ അവരോട് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണ്ണീറ്റ് ശനിയാഴ്ച എന്ന് പറഞ്ഞത്, ഞാൻ നാട്ടിൽ പോവാം, എനിക്കിങ്ങനെ പോകണം പെട്ടെന്നാണ്. അപ്പം തന്നെ എന്നാ പറ്റി ജിൻസി പെട്ടെന്ന് ചോദിച്ചു.
ഞാൻ ഈ ഉപ്പും പിടിച്ചോണ്ടാണ് പോകുന്നത് വിശ്വാസം. ഞാൻ എന്ത് കാര്യത്തിനും അവിടെ അങ്ങനെ ഉപ്പും പിടിച്ചോണ്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, ജിൻസോൻ ഓക്കെ, നിനക്ക് റിലീവർ ഓക്കെ ആണ്, നീ പൊക്കോളം പറഞ്ഞു. അവിടെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ചെന്നിട്ട് ഞായറാഴ്ച ചെന്നിട്ട് ഏജൻസി ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ നാട്ടിൽ പോവാണ്, എനിക്ക് റിലീവർ ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ല, ഏപ്രിൽ വരെ വിസയുള്ളൂ. സാധാരണ ഒരു 6 month ഒക്കെ വിസയായിട്ട് എല്ലാവരും വരുന്നത്, ഏപ്രിൽ വരെ വിസയുള്ളൂ. ജിൻസി വിസയൊന്നും അടിക്കാൻ പറ്റത്തില്ല, അത്ര ഉണ്ടല്ലോ, അപ്പം നീ പൊക്കോളാൻ പറഞ്ഞു. അവര് പെട്ടെന്ന് പിറ്റേ ദിവസം എനിക്ക് റീഎൻട്രിയും തന്നു, എല്ലാം തന്നു. അപ്പൊ റീഎൻട്രിയും തന്നു, എല്ലാം തന്ന് അവരെന്നെ വിട്ടു. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ മെയിനായിട്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഓൾറെഡി എൻ്റെ റിജക്ഷനായി, മറ്റേ ഇതിന്റെ കാര്യം റിജക്ഷൻ ആയിട്ടുണ്ട്, എന്നെ ബാങ്കിന്റെ പൈസയുടെ കാര്യം. അപ്പൊ ഞാൻ ഇവിടെ വന്ന് എനിക്ക് എന്തോ ഒരു വിശ്വാസമായിരുന്നു കിട്ടുമെന്ന്. അപ്പൊ അതിനു മുന്നേ ഞാൻ ഫാദറിനോട് ചോദിച്ചായിരുന്നു, എൻ്റെ ഇങ്ങനെ റിജക്ഷനായി, ഫാദറിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഒന്ന് തരാമോ എനിക്ക് ബാങ്കിൽ ഇത് വെക്കാൻ. ഫാദർ പറഞ്ഞു അനീതിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആദ്യം പറഞ്ഞു. പിന്നെ അതിനകത്തൊന്നും ഒരു പേപ്പർ കിട്ടത്തില്ല, പഞ്ചായത്തിൽ നിന്നോ എങ്ങോട്ട് കിട്ടത്തില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി, ഇവിടെ വന്നു, ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ടേ ഞാൻ എവിടെയും പോവുള്ളൂ, സാക്ഷ്യം പറഞ്ഞിട്ടേ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 11 ഞാൻ 2024 കഴിഞ്ഞ മാസം ഇവിടെ വന്നു. നന്ദി പറഞ്ഞിട്ട് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ ഞാൻ ട്രിവാൻഡ്രം പോയി. ഇവിടെ വന്ന് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഉടമ്പടി ഇത് പറയാമെന്നൊക്കെ അപ്പത്തേക്കാണ് എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വന്ന ബാങ്കിൽ നിന്ന്, ജിൻസി ഒന്ന് പെട്ടെന്ന് ഞങ്ങൾ ചെയ്തു തരാം, നീ ഒന്ന് ഫാദറിൻ്റെ പ്രോപ്പർട്ടി വേണേലും ചോദിച്ചു നോക്കിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് എനിക്കത് ശരിയാവുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു ഓക്കെ, അത് ഉറപ്പായിട്ട് നിനക്ക് കിട്ടും, നീ പൊക്കോളാൻ പറഞ്ഞു ധൈര്യമായിട്ട്, എന്നിട്ട് നീ ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഞാൻ വീട്ടിൽ ചെന്ന് കയറി. അവരൊക്കെ സസ്പെൻസ് ആയിരുന്നു, ഫാദറൊക്കെ ഓർത്ത് തന്നെ പെട്ടെന്ന് വന്നേന്നൊക്കെ ഓർത്തു. അതുകൊണ്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഫാദർ എന്നോട് ഈ പ്രോപ്പർട്ടി എടുത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ജിൻസി നിനക്ക് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു, നിനക്കിത് വേണ്ട, എന്നാ കൊണ്ടു കൊടുക്കണ്ടേ ബാഗിരുന്ന്. ഞാൻ ഭയങ്കര അതിശയമായിപ്പോയി എനിക്ക്, കാരണം ആദ്യം തരികയില്ല, ഇത് വേണ്ടെന്നുള്ള ഫാദറിന് പേടിയാണ്, ഇനി അടുത്ത എന്തെങ്കിലും ചെന്ന് ഫേക്കിൽ പെടുവോ എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ ഫാദർ പറഞ്ഞു എന്നാന്ന് പറഞ്ഞോട് തന്നു. അങ്ങനെ ചെന്ന് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് ആ ഒരു പേപ്പർ ചോദിച്ചു. അപ്പൊ അത് ഞാൻ ഉപ്പ് കയ്യിലെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. എൻ്റെ കാശുരൂപം ഉണ്ട്, എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ കാശുരൂപം ഇട്ടിട്ടുണ്ട്. അവിടെ അവർ ആ പേപ്പർ നിമിഷ നേരം കൊണ്ട് ഒരു 3 മിനിറ്റ് എടുത്ത് എൻ്റെ പേപ്പർ തന്നു, ബാങ്കിൽ കൊണ്ടു കൊടുത്തു. അവര് 25 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയായിരുന്നു. സാധാരണ എല്ലാവർക്കും അറിയാം, ഒരു ചിട്ടി നമ്മൾ വിളിച്ചാൽ പിറ്റേ മാസം എൻ്റെ പൈസ കിട്ടുള്ളൂ. അപ്പം ഞാൻ അടച്ച മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം, ഇതുപോലെ ഉപ്പിട്ട മാനേജറെടുത്ത് വരുന്നത്. അപ്പം മാനേജർ ഒരു ഹിന്ദുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എന്നെ ഇത്ര താമസിച്ച് ഇച്ചിരൂടെ നേരത്തെ വരാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ പോയിട്ടാണ്, ഞാനും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, എൻ്റെ വൈഫ് ഒരു ഹിന്ദുവാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ലോൺ കിട്ടും. അതായത് എനിക്കൊരു എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണം, ഒരു അടയാളം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മാനേജർ തന്നെ ഒരു ഹിന്ദുവാണ്. അദ്ദേഹം എന്നാ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞപ്പോഴേ ഉറപ്പായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഈ പേപ്പർ കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറയുക, വെളുപ്പിനെ 6 മണിയാകുമ്പം വാലുവെട്ടർ വരുമെന്ന്. എൻ്റെ വീട്ടിലാരും എഴുന്നേറ്റിട്ട് പോലും ഇല്ല. വാലുവെട്ടർ വന്നപ്പം ഇതേ കഴിഞ്ഞ പ്രാവശ്യം റിജക്ഷൻ ചെയ്ത അതേ വാലുവെട്ടർ തന്നെ. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ആളെ കണ്ടിട്ടില്ലായിരുന്നു, എൻ്റെ സ്ഥലം നോക്കി വാല്യൂ ചെയ്ത ആളെ കണ്ടിട്ടില്ലായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നീ പോയിട്ട് ഉപ്പെടുക്കാൻ പറഞ്ഞു. ഉപ്പെടുത്തോണ്ട് ഞാൻ ഈ ഉപ്പും എടുത്തുകൊണ്ട് പറമ്പിൽ കൂടെ എല്ലാം നടന്ന് അതിൻ്റെ വാലുവെട്ടർ വാല്യുവേഷൻ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം എന്നെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ജിൻസി നിന്റെ ചിട്ടി പാസ്സായി, മിക്കവാറും 10 ദിവസത്തിനുള്ളിൽ, എനിക്ക് 30-ാം തീയതി ആയിരുന്നു പൈസ വേണ്ടത്, അപ്പം പെട്ടെന്ന് തന്നെ ആവുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് പറയാം, ജിൻസി നിന്റെ സാധനം എല്ലാം കൊണ്ടുവന്നേക്ക്, പൈസ നിനക്ക് നിന്റെ അക്കൗണ്ടിൽ തന്നെ വരുമെന്ന്. 28-ാം തീയതി, അതായത് ജനുവരി 28, പിറ്റേ ദിവസം 15-ാം തീയതിയാണ് സാറിന് ഒരു ചിട്ടി വിളിച്ചാൽ കിട്ടുന്നത്. 28-ാം തീയതി എനിക്ക് അക്കൗണ്ടിൽ പൈസ 17,75,000 ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. 18,75,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ മാതാവ് എത്തിച്ചു. അതാണ് എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞാനിവിടെ വന്നാണ്, അങ്ങനെ എത്തിച്ചു. അത് കഴിഞ്ഞ ദിവസം വന്നപ്പം എനിക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞാൻ സാക്ഷ്യം പറയാതിരുന്നേ. 14-ാം തീയതിയാണ് ഞാൻ കഴിഞ്ഞ മാസം ഉടമ്പടി പുതുക്കിയത്. അപ്പം ഈ ഒരു ചിട്ടിയും കൂടെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഞാനതാ പോയത്, അത് കിട്ടിയിട്ട് ഞാൻ ഓർത്തു മാതാവേ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് എനിക്ക് ചെയ്യണം, ചെയ്യാതെ ഞാനിവിടെ വന്ന് പറയരുന്നു. പറഞ്ഞ് ഞാൻ
വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച പോയിട്ട് തിരുവനന്തപുരത്ത് പോയി RCCയിൽ. എനിക്ക് മാതാവ് തോന്നിച്ചതായിരുന്നു. ഞാൻ RCC ചെന്നിട്ട് ഞാൻ പേഷ്യൻറ്റിനെ കണ്ട് എനിക്ക് ഫുഡ് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ള ശരിയാണ് അത്യാവശ്യം കടങ്ങളൊക്കെ മാതാവ് ഒരുപാട് മാറ്റി, എന്നാലും കുറച്ച് കടങ്ങളൊക്കെ ഇനി ബാക്കിയുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ഉറപ്പാണ് മാതാവ് എനിക്ക് 2 വർഷങ്ങൾക്കുള്ളിൽ അല്ലെ ഈ നിമിഷ നേരങ്ങൾ കൊണ്ട് എനിക്ക് മാറ്റി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഞാൻ മാതാവിൽ ജീവിക്കുന്നു, മാതാവ് എന്താണ് ഏറ്റെടുത്തോളൂ. ഞാൻ അങ്ങനെയാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പം ഞങ്ങൾ RCC ചെന്നപ്പോൾ അവർ പറഞ്ഞു അകത്ത് കയറ്റുകയെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ PROയെ കണ്ട് ചിൽഡ്രൻസിന് കൊടുക്കാനായിട്ടുള്ളൊരു ലിങ്ക് തന്നു, അതിനകത്ത് പൈസ ഇട്ടു. എന്നിട്ടും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. എനിക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ കൊടുക്കണം, കുറച്ച് നാണം കെടണം. അതാരെങ്കിലും ഒക്കെ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. കാരണം മാതാവ് അത്രയും കഷ്ടപ്പെട്ട് നാണം കെട്ടതല്ല, അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെയാണ് എനിക്ക്. ഞാൻ ആ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് വഴിയൊക്കെ നടക്കുക. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന് ഹസ്ബൻഡ് ഞാനോട് പൊരി വെയിലത്ത്, ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്ക് അറിയാലോ, പൊരി വെയിലത്ത് ഞാൻ ഈ 2019 തള്ളിപ്പറഞ്ഞ ഈ നമ്മുടെ പത്രമായിട്ട് അറിയത്തില്ലാത്ത ചിലവർ പറയും അറിയാവുന്നവരാന്ന് പറയും തിരിച്ചു തരാൻ പറയും. എനിക്ക് ഇത്രയും പത്രം കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് 6 കെട്ട് കൊടുക്കാനുണ്ട്, പൊരി വെയിൽ. അപ്പം അവരോട് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നവരോട് ഞാൻ പറയും കൊണ്ടുപോകണ്ടെന്ന് പറയും. അറിയത്തില്ലാത്തവരുടെ അടുത്ത് എല്ലാം നടക്കും. നടന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ആ നടു റോഡിൽ നിന്ന് ആ വഴി നിന്നപ്പോൾ ഇങ്ങനെ പ്രഘോഷിക്കാൻ ഒരു ശക്തി മാതാവ് തരിക. അപ്പം തന്നെ കുറേ ആൾക്കാർ വട്ടം കൂടിയിട്ട് ഞാൻ കൊടുക്കാതെ തന്നെ മോളെ ഇത് തരാമോ പറഞ്ഞതെല്ലാം കേട്ടു. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ നമ്പർ മേടിച്ചുകൊണ്ട് പോയി, പത്രം എല്ലാം അവർ കൊണ്ടുപോയി. അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു വലിയൊരു സാക്ഷിയാണ് അതിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ അത്രമേ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയോണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് ഞാൻ പറയുന്നത്. അതുപോലെ 50 അവിടെ ഇങ്ങനെ കടകളിൽ ചോറും പൊതി പെട്ടെന്നൊന്നും ചെന്നാൽ ഒന്നും ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് കിട്ടുകയില്ല, അവർ ഓർഡർ കൊടുത്തിരിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ കടയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു 50 ചോറ് പൊതി. പറഞ്ഞു മോളെ ഇങ്ങനെയൊന്നും ചോറ് പൊതി സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ കിട്ടുന്നതല്ല. അന്നേരം എല്ലാം ഞങ്ങൾ ഉപ്പെടുത്തോണ്ട് ചേട്ടാ ഞാൻ എവിടെ പോയാലും ഇപ്പം പോവുള്ളൂ, ഉപ്പെടുത്ത് വിശ്വാസമാണ് ഒരു 50 പൊതിയെങ്കിലും കിട്ടണേ, കാരണം ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ചോറ് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകത്തോണ്ട് ഞാൻ പോയിട്ട് ചോറും പൊതിക്ക് നിന്നപ്പോൾ അവർ 50 എണ്ണം കെട്ടി നിമിഷ നേരം കൊണ്ട് എൻ്റെ തന്നു. ഞാനും ഹസ്ബൻഡും കൂടെ പോയി നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂ, 50 പൊതി തീർന്നു, ആൾക്കാർ വീണ്ടും നിൽക്കുക, ഭയങ്കര വിഷമം. ഞങ്ങൾ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി. വീണ്ടും ഹോട്ടലിൽ പോയി, കിട്ടുന്നില്ല. ഞാൻ ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ ഹസ്ബൻഡ് പോകുന്നത്, ആരെങ്കിലും ഒരു ഹോട്ടലുകാർ കനിയണേന്നും പറഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ ഒരുപാട് ഹോട്ടലിൽ കൂടെ കയറ്റി ഇറക്കാതെ ഒറ്റ ഹോട്ടലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എത്ര എണ്ണം നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു എന്നോട് ഹസ്ബൻഡോട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു 100 എണ്ണം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു, നോക്കട്ടെ ഒരു 50 എണ്ണം ഞങ്ങൾ തരാമോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ദയനീയമായിട്ട് അവിടെ ഇരിക്കുന്ന ആ വെയിലും കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ ഇരിക്കുന്ന കണ്ടിട്ടായിരിക്കും നോക്ക് ഞങ്ങളൊരു ബാക്കി ഒരു 25 എണ്ണം കൂടെ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഹോട്ടലിൽ നിന്ന് 25 എണ്ണം കൂടെ ഓർഡർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 25 എണ്ണം കൂടെ വേറെ ഇവിടുന്ന് ഓർഡർ ചെയ്ത് അവിടുന്ന് തന്നെ ഞങ്ങളെ 100 എണ്ണം കാറെ കയറ്റി ഞങ്ങൾ RCCയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് എല്ലാവർക്കും കൊടുത്ത് ഒരുപാട് പേര് പത്രം ഞങ്ങൾ ഈ മാതാവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് മാതാവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടാകട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേരൊന്ന് വെച്ചാൽ ഇത്രയും മിറക്കിളായിട്ട് നിങ്ങൾക്ക് കടങ്ങളും മാറി, അല്ലെങ്കിൽ എബ്രോഡ് മിറക്കിളായിട്ട് ഹസ്ബൻഡാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റി, ഇങ്ങനെയൊക്കെ മാറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തരിങ്ങനെ വന്ന് പറഞ്ഞു. ചിലവർ വന്ന് കളിയാക്കി ചിരിച്ചിട്ട് പോയി. കളിയാക്കി ചിരിച്ചൊരു ചേട്ടൻ്റെ പുറകെ ഞാൻ പോയി ഈ പത്രമായിട്ട് ഇത് കറിഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് ചേട്ടൻ നമ്പർ വരെ മേടിച്ചു. ഞാൻ പോകും കൃപാസനത്തിന്, നടന്നില്ലെങ്കിൽ വിളിക്കൂന്ന് പറഞ്ഞു നമ്പർ. ഞാൻ ധൈര്യമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് ഉടമ്പടി തൈലമാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ ഉപ്പും കൊണ്ടാണ് ഞാൻ ഈ 1.5 വർഷമായിട്ട് ജീവിച്ച് ഞാനും ഹസ്ബൻഡും അന്ന് തൊട്ട് ഇന്ന് വരെ ഉടമ്പടിയിൽ തന്നെ. ഹസ്ബൻഡ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പുതുക്കി പോകുന്നു. എനിക്കത് സാധിക്കാൻ പറ്റാത്തൊരു മാതാവ് എനിക്ക് തോന്നുന്നു ഇന്നിവിടെ മാതാവ് എന്നെ എത്തിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം തരാനും അതുപോലെ തന്നെ ആ ഉടമ്പടി പുതുക്കാനും ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഓസ്ട്രേലിയയുടെ മറന്നുപോയായിരുന്നു. നമ്മളൊരു ഹീബ്രു സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ഞാൻ മലയാളം എഴുത്തിലൊക്കെയാണ് പഠിച്ചത്. എനിക്ക് അത്രയ്ക്ക് സംസാരിക്കാനൊന്നും ഇംഗ്ലീഷ് അറിയില്ല. എനിക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് അത്ര സംസാരിക്കാൻ ഫ്ലുവൻസി കിട്ടത്തില്ല. അങ്ങനെ ഓസ്ട്രേലിയയുടെ ഒരു കോഴ്സിന് പഠിക്കാനായിട്ട് ഞാനും എവിടെ നിന്നാണ് നടത്തുന്നത്, മാതാവ് തന്ന അനുഗ്രഹമാണ്. ഞങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ 1/2 മണിക്കൂറാണ്, ½ ആൻ അവർ ഇൻ്റർവ്യൂ ഉണ്ട്, അത് പാസ്സായാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് രാജി എന്നാണ്, അവളും കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു.
10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ 10 മിനിറ്റ് എടുത്തുള്ള അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇന്റർവ്യൂ സക്സസ്ഫുള്ളി പാസ്സായി. ഞങ്ങൾ 6 മന്ത് കോഴ്സ് മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മാതാവിന്റെ അനുഗ്രഹം അതിന് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. 6 മന്ത്സ് കഴിയുമ്പോൾ അമ്മ മാതാവ് ഞങ്ങളെ 2 പേരെയും, അവളെയും കൊണ്ട് ഞാനിവിടെ വരും. എൻ്റെ അനിയന്, എൻ്റെ കുടുംബം മുഴുവൻ ഇപ്പം അമ്മയുടെ വലിയൊരു സാക്ഷികളാണ്. എൻ്റെ അനിയത്തി ഒരിക്കലും ഇതിനെ എതിർത്ത് പറഞ്ഞ ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അനിയത്തിയുടെ ഹസ്ബൻഡ് എബ്രോഡ് പോയി. ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രേയറിലും വെച്ചായിരുന്നു നമുക്ക് വിശ്വാസം ഉണ്ടാകാനും അവളിവിടെ വന്ന് ഉടമ്പടി എടുക്കാനും. അതുകൊണ്ട് അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. രണ്ടാമത്തെ അനിയത്തി, കുഞ്ഞനിയത്തി വിശ്വസിക്കുമായിരുന്നു. അവൾ ഉടമ്പടി എടുത്ത് അവളിവിടെ സാക്ഷ്യം പറഞ്ഞു. ഒരുപാട് പേരെയും കൊണ്ട് അവളിവിടെ വരുന്നുണ്ട് ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. അതുപോലെ രണ്ടാമത്തെ അനിയത്തി ഭയങ്കര എതിരി നിന്ന് ആളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ലൈറ്റ് ക്യാൻഡി പ്രേയർ, അമ്മ മാതാവേ ഞാൻ പറഞ്ഞിട്ട് അവളിവിടെ വരികയാണ്, അവൾക്ക് എന്തെങ്കിലും ഒരു അടയാളം കൊടുത്തില്ലെങ്കിൽ അവൾ ഇതിനെ റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ അമ്മയെ കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ അവൾക്കൊരു അടയാളം, എനിക്കൊന്നും തരണ്ട, എനിക്ക് ഇത് എഴുതിയിരിക്കുന്നൊന്നും തരാം, അവൾക്കൊരു എന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പം അവളുടെ ഹസ്ബൻഡിന് എബ്രോഡ് പോയതുകൊണ്ട് അവൻ എബ്രോഡ് ഇസ്രായേലിൽ വന്നു. അവൾ ഭയങ്കര വിശ്വാസം. അവൾ പറഞ്ഞു അവളുടെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും റിജക്ഷൻ ആയിപ്പോയി മെഡിക്കൽ. ഇത് വല്ലാത്ത അത്ഭുതമാണ് ജിൻസി എന്ന് പറഞ്ഞ് അവൾ ഇതിൽ വിശ്വസിക്കുന്നു. അവളും അതുപോലെ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം പറയാണ്, ശരിക്കും നിങ്ങൾ മുറുകെ പിടിച്ചോ. നിങ്ങൾ അനുഗ്രഹത്തിനും അല്ല, നിങ്ങളുടെ കാര്യത്തിനും ഒന്നും അല്ല. അമ്മ മാതാവിനെ എപ്പോഴും കൂടെ ആയിരിക്കാനായിട്ട് ഇവിടെ നാട്ടിലായിരിക്കുന്നവർ എപ്പോഴും ആ വിശുദ്ധിയിൽ തന്നെ ജീവിച്ച് നിങ്ങൾ ഉടമ്പടി പുതുക്കി ഒരു കാര്യമൊന്നും വെക്കണ്ട, നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. മാതാവ് അത് സാധിച്ചു തന്നോളൂ. അല്ല പ്രത്യേകിച്ച് പേപ്പർ നിറച്ച് നിയോഗം എഴുതണമെന്ന് ഒന്നുമില്ല. ഉറപ്പായിട്ടും നിങ്ങളെ ഉയർത്തും. ഞങ്ങൾ അതിൻ്റെ വലിയൊരു സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബവും. ഞാൻ വഴി ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നെ ഇന്നിവിടെ ഈ സന്നിധിയിൽ എത്തിച്ച് ഞാൻ ഇന്നിപ്പോൾ ആ മിഥു എന്ന് പറഞ്ഞ ആളെയും എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു. അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും കാശുരൂപവും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഇപ്പം എനിക്കും ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിനും ഒക്കെ സാധിക്കുന്നുണ്ട്. അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി. എത്ര പറഞ്ഞാലും നന്ദി തിരിയല്ല ഈ സന്നിധിയിൽ എന്നെ നിർത്തിയത്.